പുതിയ അപ്പളക്കോര ഒരാളെ കിട്ടി ഗൈസ്, ഒരാളെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ മനെ. വേണ്ട ഇന്ത്യൻ ജൂവാ അതെന്നെ അറിയാം, അല്ലാണ്ട് വയ്ക്കുക കൊറേ നാളായിട്ട് അലക്കുന്നതന്നെയാണ്. ഹലോ, അപ്പൊ ഇന്നൊരു ഡേ മൈ ലൈഫ് ആണ് കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കണം. ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും എനിക്ക് പല പല ചിന്തയായിരിക്കും. ഇന്ന് ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങും, എന്ത് ചെയ്യും, നാസ്ത എന്തൊക്കെ ഉണ്ടാക്കും. ഈ പ്ലാനിങ് മൊത്തം ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത പണിയാണ് അലക്കാനിടല്. കുറേ ഉണ്ടാവൂട്ടാ, മക്കള് ക്ലാസ്സിൽ പോയത്, എനിക്ക് ഓഫീസിൽ പോയത്, ഇനി എൻ്റെ അങ്ങനെ നോക്കി നോക്കി ഒന്നും വരയ്ക്കാണ്ട് ഒരു പാൻറ് കിട്ടി. നമ്മൾ ഭയങ്കര പ്രതീക്ഷയിരിക്കുമല്ലോ ഇവരെ പാൻറ്റൊക്കെ തപ്പുമ്പോ. ഒന്നുമില്ല ഗൈസ്, ആകെ ഒരു പേപ്പർ ഉണ്ടാകും, ഞാൻ ചുട്ടിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പണിയാണ് ചായക്ക് വെക്കണം. ഇന്നലെ രാത്രി ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് വേവിക്കാൻ വെച്ചിട്ട് ബാക്കി പണിയിലേക്കൊക്കെ പോവാം. അപ്പം രാവിലെ നേരം വെളുത്തിട്ട് ഞാൻ ജനൽ വാതിൽ ഇതൊന്നും തുറന്നിട്ടില്ല. ഇനി കുറെ പണിയുണ്ട് ഗൈസ്. ഇന്ന് കുറച്ച് അൺബോക്സിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതെന്താന്ന് തുറക്കുമ്പോ കാണിച്ചു തരാം. നമുക്ക് നാസ്തന്റെ പണിയിലേക്ക് അറിയാലോ ഗൈസ്. ഈ സമയം കൊണ്ട് നമ്മൾ ചായക്ക് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ചായക്ക് കച്ചി ധരിക്കാതെ കൊടുക്കണം. അപ്പൊ ഇന്ന് നാസ്ത ഉണ്ടാക്കാൻ വേണ്ടി പോണത് പുട്ടും കടലയാണ് കേട്ടോ. അപ്പൊ ഞാൻ കറിക്കുള്ള മസാലയൊക്കെ ശരിയായി കൊടുക്കും, പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധരിക്കാക്ക അവിടെ നിന്ന് എനിക്ക് വൈറ്റൊക്കെ തരും. പെട്ടെന്ന് നാസ്തന്റെ പരിപാടിയൊക്കെ അങ്ങനെ വേഗം കഴിയും. ഇവര് എപ്പോ വൈകി എണീച്ചാലും നേരത്തെ എണീച്ചാലും ഉണ്ടല്ലോ, ഉറങ്ങി എണീച്ച് ഇച്ചിരി ഒരു രണ്ടുപേർക്ക് ഇത്തിരി ഇങ്ങനെ വന്നിട്ടിരിക്കണം. നാസ്തേക്കാവുന്ന സമയം കൊണ്ട് ഞാൻ ബെഡും ബെഡ്ഷീറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി നീറ്റാക്കി ഇടും. എനിക്ക് രാവിലെ തന്നെ എല്ലായിടും നീറ്റായിരുന്നില്ലേ ഭയങ്കര അസ്വസ്ഥമായിരിക്കും. പിന്നെ ടി വി സ്റ്റാൻഡിൽ എൻ്റെ റബ്ബേ അനിയമോൻ്റെ ഇനി ഒന്നും ഉണ്ടാവില്ല. വീട്ടു സാധനം പെറുക്കിയ പോലെ ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ടാണ് എല്ലാം മാറ്റിയൊക്കെ എടുത്ത് വെക്കണത്. ഞാൻ ബെഡ് ഒതുക്കിയിടുവാവേ. ഇപ്പൊ മുത്തൊക്കെ മാറണുണ്ട് കേട്ടാ. പണി പറയുമ്പോ മുത്ത് മാറും. ചിരട്ടപ്പുട്ട് ഇവിടെ എനിക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നെ മറ്റേ പുട്ടിന്റെ ആ പുട്ട് കളയില്ലേ, അതിന്റെ ചില്ല് കാണുന്നില്ല. അപ്പൊ ഞാൻ ഇതിൽ വെച്ചുണ്ടാക്കണം. ഞാൻ പെട്ടെന്ന് കഴിയും. എനിക്ക് ആർക്കും അറിയില്ല. എല്ലാം ഒരുപോലെ തന്നെ ടേസ്റ്റ് ആണ്. രണ്ടെണ്ണം വിളിച്ചാൽ എണീക്കൂല. എനിക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു വായു കൊടുത്തായിരിക്കും വീട്ടിൽ കിടന്ന്. ലേറ്റ് ആയാ? ഓക്കെ ഡാൻസ് മാസ്റ്റർ. ഓക്കെ ബൈ ബൈ. ആണല്ലേ, എല്ലാരും വന്നിട്ടുണ്ടാ? ഓക്കെ. അയ്യോടാ സാറില്ല, ആവശ്യത്തിന് ഇവിടുന്ന് വായ പിടിച്ച് പോകാൻ പറ്റുന്നില്ല. ഓക്കെ ഹായ്. മക്കളെ വിട്ട് കഴിഞ്ഞാൽ അടുത്ത പണിയാണ് അരി അടുപ്പത്തിടണം. നമുക്കൊരു ഗസ്റ്റ് പറയാൻ പറ്റിയ ഗസ്റ്റിന്റെ അരി ആയതുകൊണ്ട് ഞങ്ങൾ പേര് പറയുന്നില്ല. വരുമ്പോ കഴിയും. ഗസ്റ്റ് ഒന്നല്ല കേട്ടോ. ഇനി നമ്മള് ഇന്ന് വെക്കാൻ പോണ മീൻ കാണിച്ചു കൊടുത്തായിരിക്കാം. നമ്മൾ ഇന്ന് വെക്കാൻ പോണ മീൻ ഇതിനെ നമ്മളിവിടെ കിളിമീൻ എന്ന് വിളിക്കും, പിന്നെ പുതിയാപ്പിള മീൻ എന്നൊക്കെ വിളിക്കും. ഇല്ലേടോ? അങ്ങനെയൊക്കെ പറയും. കിളിമീൻ, പുതിയാപ്പിള മീൻ എന്നൊക്കെ വിളിക്കും. കാരണം കാണാൻ ഭയങ്കര മൊഞ്ചുള്ള മീനല്ല, അല്ല സുന്ദരീനെ പോലെയല്ലേ ഇരിക്കുന്നത്, അങ്ങനെ വിളിക്കും. അപ്പൊ ഈ മീനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഐസൊക്കെ പോട്ടെ, ഇനി ബാക്കി പണിയിലേക്കൊക്കെ കയറട്ടെ. ഇന്ന് ഞാനും ധരിക്കാൻ നാസ്ത കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പം ഇന്ന് ഉച്ചക്കത്തെ പണിക്ക് ഞാൻ കയറി. ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് മുളിയാറും പിന്നെ കുറച്ച് തേങ്ങാച്ചാറും വെക്കാമെന്ന് ഓർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ചെമ്മീൻ എടുത്തേക്കണം. അപ്പം അതിൽ ചെമ്മീനും തക്കാളിയും പച്ചമുളക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെക്കും. അപ്പം അതവിടെ സെറ്റ് ആയിക്കോളും. ചോറെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് തേങ്ങ വേണം. ഞാൻ എപ്പോൾ തേങ്ങ പൊട്ടിച്ചാലും ഇവിടെ പൊട്ടാറില്ല, അതുകൊണ്ട് ധരിക്കാക്കി ഇവിടെ തേങ്ങയൊക്കെ പൊട്ടിച്ച് തന്നത്. പിന്നെ ഞാൻ വേഗം മീനൊക്കെ മുറിച്ച് അതെല്ലാം നീറ്റാക്കി കഴുകി. എനിക്ക് കുറേ നേരം മീനൊക്കെ ഇങ്ങനെ ഉറച്ച് കഴുകണം കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി കറി വെക്കണം. എല്ലാവരും വെക്കണ പോലെ ഈസി ആയിട്ടുള്ള ഒരു മുളയാറ് തന്നെ ഞാനും വെക്കണത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ കറിയും റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇനി മീൻ പൊരിക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ പരത്തി അത് കുറച്ച് നേരം മാറ്റി എത്തിയല്ല. എവിടെ തൊപ്പിക്കാരൊക്കെ എന്നാ വന്നു? തൊപ്പിയില്ല. അപ്പൊ ഇന്ത്യൻ ജൂവാ എടേ
അപ്പൊ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരം. ഇനി എല്ലാം സ്പീഡി ആയിക്കോട്ടോ. നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ ബാക്കി പണിയൊക്കെ ഒതുക്കട്ടെ. കംപ്ലീറ്റ് കേട്ടില്ല. എനിക്ക് ഇത്ര അനുസരണയായിരിക്കാം. അതെ ഞാൻ അറിയാം. മൈലാണ്ട് വയ്ക്കുക കൊറേ നാളായിട്ട് അലക്കുന്ന എനിക്കിതൊരു ജില്ലയായിട്ട് ഒരാളെ കിട്ടി ഗൈസ്. ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആച്ചുക്കളി കുളിച്ചിട്ടില്ല ഇതുവരെ? കുളിച്ചോട്ടെ. എനിക്ക് ചോറ് നേയുമ്പോ മിസ് വന്നേയുമ്പോ എനിക്ക് കുളിക്കാനും ഓടലും ബുക്ക് എടുക്കലൊക്കെ. ആച്ചുക്കളിക്ക് ക്ലാസ് ഉണ്ട് ഗൈസ്. അപ്പൊ ചോറിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പൊ അവൾ അങ്ങോട്ടേക്ക് പോകും. ഞങ്ങൾക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം അല്ലേട്? സാഞ്ചി തുടങ്ങി. സാഞ്ചി ഇല്ലേ? എവിടെ സാഞ്ചിയുടെ പാപ്പി കാണിച്ചാ? സാഞ്ചി ഇതാണോ സാഞ്ചി അനാമത്തിന്റെ? അത് നമ്മള് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. മക്കള് കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാനും സെറ്റാക്കി ഫ്രഷ് ആവുന്നുണ്ട്. ഞങ്ങള് ഇങ്ങോട്ട് റെഡി ആയിക്കാൻ നല്ല അടിപൊളി റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിക്കും. അപ്പൊ ഈ വീഡിയോ ചിലപ്പോൾ ഉച്ചയ്ക്ക് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും റാഹത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കാം. ഇല്ലേ? അപ്പൊ മീൻ പൊരിക്കാനിട്ടിട്ടുള്ളൂ. നമ്മള് പുതിയാപ്പിള മീൻ. പുതിയാപ്പിളനെ നമ്മള് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ല ഭംഗിക്ക് മസാലയൊക്കെ തേച്ച് പൊരിക്കാനിട്ടേക്കുന്നത്. പൊരിച്ചടിക്കണേ. അതെ. പിന്നെ നമ്മള് തേങ്ങാച്ചാർ, ഇത് ചെമ്മീൻ തക്കാളി കണ്ടല്ലോ. പിന്നെ മുളിയാറ് വേണ്ട. റൈസ് മുളിയാറ് ഇച്ചിരി കുറച്ച് പോയി. എന്താ അറിയില്ല, വറ്റിപ്പോയാണ്. ഞാൻ കയ്യിൽ നിന്ന് പോയണന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ച് ഒലത്തിയൊന്നുമില്ല. ഇന്നും ഒലത്തിയൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് മടിയായി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളപ്പോ ഞാൻ എനിക്ക് ഫ്രഷ് ആയിട്ട് വരാം. ഇല്ലായിരിക്കാം. അപ്പൊ ഞാൻ ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഞാൻ മാത്രല്ല, ഞങ്ങളെല്ലാരും ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മള് ചോറിനാൻ വേണ്ടി പോണേ എല്ലായിരിക്കാം. ഞാനിങ്ങനെ ഫുഡൊക്കെ ടേബിളിൽ ചട്ടിയപ്പാടിയൊക്കെ കൊണ്ടുവെക്കുമ്പോണ്ടല്ലോ എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് എന്തായാലും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണേന്ന്. ഇപ്പൊ ഞങ്ങള് 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കണത് കേട്ടാ. പുതിയ സാഞ്ചി മോൻ വാ. എന്റെ മോൻ ഇനി മുതൽ ഞങ്ങള് സാഞ്ചി മോനാ വിളിക്കാൻ പോകുന്നത്. വാ സാഞ്ചി. നമ്മള് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് ഓർത്തപ്പോഴാണ് എനിക്ക് 5 മണിക്ക് ഒരു ഷോർട്സ് ഇടാനുണ്ടായി. അപ്പൊ ഞാൻ കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കാണിച്ചില്ലേ. അപ്പൊ അത് അൺബോക്സ് ചെയ്യണ വീഡിയോ ആണ് ഇത്. ഞാൻ ബോക്സിൽ വെച്ച് ചെയ്തോളൂ. ഷൂസ് ഒക്കെ ഇട്ടാണ് ചെരുപ്പിട്ടാണ് ചോറടിച്ചോട്ടാ. എന്റെ പൊന്നിരിക്കാക്ക അവിടെ എങ്ങനെ ഇരിക്കാനാണ് പോകുന്നത്? തലക്ക് വെളിവില്ല. അവന് ഒച്ച ഓളിയും ബഹളും ഗെയിം കളി തുടങ്ങി. അത് ആഴ്ച ക്ലാസ്സിൽ കയറിക്കാനെ പിന്നെ ഫുൾ ഫ്രീഡം ഉള്ള അവന്. ഞാനിപ്പോ ഈ ഫ്രീ ആയിരിക്കണില്ലേ, ഇതിന് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയാനുള്ളത് അൽബിഡോ ഓൺലൈൻ ക്ലാസ്സിനാണ് കേട്ടോ. കാരണം ആഴ്ചകൾ ഇപ്പൊ ക്ലാസ്സിൽ കയറി. കഴിഞ്ഞ ഇയർ സ്റ്റാർട്ടിങ് ഒരു പകുതി ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു അൽബിഡോ ട്യൂഷനെ പറ്റി നമ്മൾ അറിയണത്. അതെന്റെ ഒരു ഫ്രണ്ട് വഴി പറഞ്ഞാണ്. പക്ഷെ ആ ടൈമിലൊക്കെ എനിക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും, എങ്ങനെയായിരിക്കും അച്ഛനുമായിട്ട് കണക്ട് ആവാ, ഒന്നും എനിക്കറിയില്ലായിരുന്നു. പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡിവിജ്വൽ വരുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. ഹോൾ നമ്പർ 0. പക്ഷെ ക്ലാസ്സിലാക്കി ഇപ്പൊ നമ്മള് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ 7th വീണ്ടും നമ്മള് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ല, അച്ഛനൊരു ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എപ്പോ ചോദിച്ചാലും പറയും എനിക്ക് മാത്സ് ആണ്, നീ മാത്സ് ആണ്, ഇങ്ങനെ പറയുള്ളൂ. പോസിറ്റീവ് 1 -10 + 2 = -8. പക്ഷെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് പയ്യെ എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചാൽ എനിക്ക് ഒന്നുമില്ലല്ലോ, എനിക്ക് എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഭയങ്കര ഈസി മെത്തേഡിൽ കൂടിയാണ് കേട്ടോ. ചില ടൈമിലേക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പയ്യൊക്കെ പോയി നോക്കാറൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര ടിപ്പ് ആൻഡ് ട്രിക്സിലൂടെയൊക്കെയാണ് അവർ ക്ലാസ്സസ് എടുക്കുന്നത്. -10 + 2 = -8. ഓക്കെ, കറക്റ്റ് ആണ്. ഇവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്
നല്ല അടിപൊളിയാണ് കേട്ടോ. അതും ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറഞ്ഞ പോലെ. സെയിം നമ്മളൊരു പാരന്റിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ആച്ചുക്കളിയൊക്കെ ഭയങ്കര കംഫർട്ടാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാ ദിവസവും 5 മണിക്കാ ക്ലാസ് എങ്കിൽ ചില സമയത്ത് നമ്മുടെയൊക്കെ കാര്യമല്ലേ, എവിടെയെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകാനൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ മിസ്സിനെ വിളിച്ചിട്ട് മിസ് നമ്മൾ 5 മണിക്ക് ഫ്രീ അല്ലാലോ, നമ്മള് ആ ടൈം ഒന്ന് മാറ്റും മിസ്. അതിനെന്താ ഒരു പ്രശ്നമില്ല, നമുക്ക് ഈ സമയം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ, അത് ഈ ആൽബിഡോയില് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവരൊരു ചെറിയൊരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്ത് അതിനുശേഷമാണ് അവര് അക്കാഡമി ആ ഒരു ക്ലാസ്സസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ഇവരുടെ ഈ ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് KG to +2 വരെയുള്ള കുട്ടികൾക്കുണ്ട്. എല്ലാവർക്കും സെയിം മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എൻ്റെ മോള് ഇപ്പൊ 6th 7th ഇത് പഠിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരു ഫൗണ്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാം കൊടുത്തിട്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഞാനും അച്ഛമോളും ഇപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്, ശരിക്കും ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റ് ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവർ അസസ്മെന്റ് ടെസ്റ്റ് എങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പൊ മറക്കണ്ട, ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിഞ്ഞാ ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലാസ് എങ്ങനെയുണ്ട്? ക്ലാസ് അടിപൊളിയായിരുന്നു. ഇപ്പൊ ഏതാണ് ടഫ് സബ്ജക്ട്? ഇപ്പൊ എനിക്ക് ടഫ് സബ്ജക്റ്റ് ഒന്നുമില്ല. നേരത്തെ മാത്സ് ആയിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല മാത്സ്. ഞാൻ പറഞ്ഞില്ലേ ആച്ചുക്കൾ ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാതെ, എപ്പൊ ചോദിച്ചാലും മാത്സ് ആയിരുന്നു. ഇപ്പൊ ഈ ഒരു ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ആച്ചുമോൾ അടിപൊളിയായിട്ടുണ്ട്. അൽബിഡോ ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ മിസ്സൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞേക്കല്ലാരും. മിസ്സൊക്കെ അടിപൊളിയാണ്. അതെ, ഇവര് സാറ്റർഡേ സൺഡേ ഫുള്ള് ബിസി ആയിരിക്കും. ഞാൻ ഫ്രീ ആണ് കേട്ടോ. ഇനി ബൈ ബൈ പണിയല്ലേ, പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടാ ചെല്ലരിക്ക് കൊണ്ടാക്കിട്ടോ. എനിക്കൊരു പണിയില്ല ഇവിടെ. ഞാൻ ഫുൾ ബിസിയാണ്. റിൻസി ഫ്രീ ആണ് ഇവിടെ. ഞാൻ ഫുൾ ബിസിയാണ്. മറ്റേ രമണന്റെ അവസ്ഥയാണ് എനിക്ക്. കൊച്ചുങ്ങളാക്കിട്ട് വരാം. അടുത്ത ട്രിപ്പാണോ? റെഡി ആയ ആച്ചുക്കളി? ആച്ചുക്കളി ഒരു ദിവസം എത്ര ഡ്രസ്സാണ് മാറ്റിടാന്ന് നോക്കിയേ. ഇന്ന് രാവിലെ ഇരിക്കാ ചോദിച്ചില്ലായിരിക്കാ പോവല്ലേ, അലക്കിയത് വിരിച്ചപ്പാ എന്താ വെച്ചത് ഇത്രയും തുണി? ഇതാണ് കാര്യം. ബൈ. കളരിയിലാക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ മറ്റേ സൂപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയില്ലേ, അപ്പൊ ഇവിടെ ഫ്രഷ് ക്രീം ഇല്ല ഗൈസ്. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി ഞാനും ബോറടിക്കുന്നുണ്ട് ഇരുന്നിട്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം അല്ലേ ഇരിക്കാം. അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ മനെ? വേണ്ട. അപ്പൊ പോവാലോ നമുക്ക്. ഓക്കെ. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഒന്നും വേണ്ടെന്നുണ്ട്. ഒന്നും വേണ്ടാന്നൊക്കെ പറയൂ അങ്ങനെ. പക്ഷെ അറിഞ്ഞ് വാങ്ങിച്ചാല് നിങ്ങളെ കടമയാണ്. ഞാനൊക്കെയാണെങ്കിൽ എനിക്കത് അറിഞ്ഞ് വാങ്ങിച്ചാലും അറിയോ? ഞാനില്ല. ഞാൻ മോനിക്ക് വേണമെങ്കിൽ തിന്നാ മതി. എനിക്ക് മാംഗോ വേണം, ചോക്ലേറ്റ് വേണം. എനിക്ക് ഞാൻ മാംഗോ കഴിക്കുന്നത്. പക്ഷെ മോന്റെ ടേസ്റ്റ് ഞാൻ തരുമോ? കഴിക്കാലോ. രണ്ടെണ്ണവും കളരിയതിന് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഓരോ ആക്ഷനും ബഹളവും ഒക്കെ കാണിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് വരുമ്പോ എന്നെ കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ച് ഉള്ളടത്തൊന്ന് കണ്ട് എന്തെങ്കിലും വിശേഷം പറഞ്ഞിട്ടാണ് രണ്ടും കയറുള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ചീത്തയും പറഞ്ഞ് ഓടിച്ചു ഗൈസ്, കാരണം കുടിച്ചിട്ടില്ല. നമ്മള് സൂപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി സൂപ്പ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കില്ല. കാരണം എന്താ പറയുക, ഓൾറെഡി നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. ഇതിൽ നമ്മള് സ്പ്രിംഗ് ഓണിയനും സെലറിയൊക്കെ ഇടും. പക്ഷെ ഇതൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് സവാളയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒക്കെ നമുക്ക് ഒരു 40% ഇതിന്റെ പരിവൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് ഗൈസ്. നോർമൽ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ എന്റെ മുഖത്തുണ്ട്. ആർക്കും മനസ്സിലാവണ്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ട്.
റിൻസിന്റെ ടെസ്റ്ററാണ് നമ്മത് അല്ലേ? കറക്റ്റ് ഉപ്പ് പുളി മധുരം എല്ലാം എന്റെ കുഞ്ഞെ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ എന്റെ കുഞ്ഞെ ആർക്കും കൊടുക്കൂല അല്ലേ കുഞ്ഞെ? അപ്പൊ നമ്മളുടെ സൂപ്പും ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഇട്ടാ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ, നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞി ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. പിന്നെന്താ പറയാ, ഇതിന്റെ കൂടി നമ്മളൊരു സൈഡായിട്ട് കുറച്ച് നഗറ്റ്സും കൂടി പൊരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഇന്ന് നമ്മള് സൂപ്പ് കഴിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും ഗൈസ്. നമ്മൾ നേരെ വെളുത്തപ്പോ തുടങ്ങിയല്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ ഒരു ദിവസം കടന്നു പോണത്. അങ്ങനെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിയുവാണ് ഗൈസ്. അപ്പോ അൽഹംദുലില്ലാ ഒരു ദിവസം നമ്മളെയും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട. പിന്നെ എന്താ പറയാനുള്ളത്, വീഡിയോസ് ഒക്കെ ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.